ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ഡേ ആയി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടില്ലേ. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ തന്നെ അറിയണ്ടാവും. എനിക്ക് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷനായിട്ട് സൗണ്ടൊക്കെ ക്ലിയർ ആയിരുന്നില്ല. ഇപ്പോൾ പതുക്കെ സൗണ്ടൊക്കെ ക്ലിയറായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് ഡേ ആയില്ലേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗേൾസ് ഓൺലി, ഞാനും അതുപോലെ നമ്മുടെ ഫാമിലിയിലുള്ള കുറച്ച് പേരും കൂടെ മക്കളെ കൂട്ടി സ്കൂളില്ലാത്തൊരു ഡേ നമ്മളുടെ കാഞ്ഞിരപ്പുഴ ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാടുള്ള കാഞ്ഞിരപ്പുഴ ഡാമിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ന്യൂ ഇയർ ആയിട്ട് നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാവും കേട്ടോ ഡെയിലി. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ദിവസം അവിടെ പോയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. നമ്മളിങ്ങനെ പോവാറൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഗേൾസ് ഓൺലി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന കുട്ടികൾ നല്ല കളിയിലാണ് കേട്ടോ. കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, ഒരു 2 മണി 2:15 ആയപ്പോഴൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് കുട്ടികൾ കളിക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു മക്കളെ കൊണ്ട്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതുപോലെ നല്ല തണുത്ത കാറ്റ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളും കുറച്ച് ടൈം അവിടെ ഇരുന്നു കേട്ടോ. അങ്ങനെ മക്കൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതും അവർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ കളി കഴിഞ്ഞ് കുറച്ച് ടൈം കളിക്കും, പിന്നെ അത് വേണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ അങ്ങനെ അതും മേടിച്ചു കൊടുത്തു. ഇത് നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൽ പോയാൽ എപ്പോഴും നമ്മൾ ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. കാഞ്ഞിരപ്പുഴ ഡാമിൽ എന്നല്ല, നമ്മൾ ഈ കരിമ്പ് ജ്യൂസ് വിൽക്കുന്നിടത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ നെല്ലിക്ക, അരിനെല്ലിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഏറെ ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. പൊതുവേ കഴിക്കാറുണ്ട്. പിന്നെ കാഞ്ഞിരപ്പുഴ ഡാമിൽ അവിടെ കുറച്ച് അധികം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അവിടെ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുട്ടികളുടെ ഒരു ബോട്ടിങ് ഉണ്ടായിരുന്നു. അതിൽ മക്കൾക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൈം അവരെ അതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് ടൈം അവിടെ നമുക്ക് അലൗഡ് ഉള്ളൂ. പാസിന് 20 രൂപയാണ്. അങ്ങനെ അവിടെ കുറച്ച് ടൈം അവർ കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു 6 മണിക്കായപ്പോൾ അവിടെ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ചെന്ന ഡേ അവിടെ നാടൻ പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രോഗ്രാമിനുള്ളത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൈക്ക് സെറ്റ്, ലൈറ്റിങ്സൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ടൈം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ടൈം ചോദിച്ചപ്പോൾ അവർ 6 മണിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമ്മൾ കുറച്ച് ടൈം അവിടെ ഇരുന്നു. 6 മണിയായപ്പോഴൊന്നും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ന്യൂ ഇയർ ആയിട്ട് നല്ല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഡെയിലി. നമ്മൾ പോയ അന്ന് നാടൻ പാട്ടായിരുന്നു. അത് നമുക്ക് ആർക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഒരു 6:45 7 മണിയായപ്പോഴേക്കും അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പെട്ടെന്ന് സെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ടൈം നമ്മൾ ചോദിച്ചപ്പോൾ 6 മണിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് കുറച്ച് ടൈം നമ്മളവിടെ ഇരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് എണീക്കുകയാണ് കേട്ടോ. എണീച്ച് അവിടുന്ന് പോരാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ ഡാമിൽ നിന്ന്. പിന്നെ പോരുന്ന വഴിയിൽ ലൈറ്റൊക്കെ അവർ ഓൺ ചെയ്തപ്പോൾ മക്കളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ചെറിയ ആക്സസറീസ് ഉണ്ടായിരുന്നു, അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ട് അത് മേടിച്ചു കൊടുത്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ പാനിപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.